പഹൽഗാം ആക്രമണത്തിന്റെ അന്വേഷണം എൻഐഎക്ക് കൈമാറി. ഉത്തരവ് പുറത്തിറക്കിയ ആഭ്യന്തര മന്ത്രാലയം. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ ഏതന്വേഷണത്തിനും തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. VS രഞ്ജിത്തിന്റെ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ അന്വേഷണം എൻഐഎക്ക് കൈമാറിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ എല്ലാ ആരോപണങ്ങളെയും നിഷേധിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഒരു പ്രതികരണം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ? എല്ലാ തരത്തിലും ഇന്ത്യയെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ പാകിസ്ഥാൻ കടക്കുകയാണ്. ആര്യ, ഇതിനകം തന്നെ NIA ഇക്കാര്യത്തിൽ അനൌദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പരിക്കേറ്റവരുടെയും അതുപോലെ മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും ഒക്കെ മൊഴികൾ NIA രേഖപ്പെടുത്തിയിരുന്നു. NIAയുടെ 3-അംഗ സംഘം കശ്മീരിലും മറ്റ് പ്രദേശങ്ങളിലും യാത്ര ചെയ്തും ഒക്കെ ഇത്തരത്തിലുള്ള പരിക്കേറ്റവരുടെയും ദൃക്സാക്ഷികളുടെയും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തി വരികയായിരുന്നു. ഇപ്പോഴാണ് ഈ അന്വേഷണം ഇന്ത്യക്കാരായിട്ടുള്ള 25 പേരുടെയും ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകര ആക്രമണത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി NIAക്ക് കൈമാറിയിട്ടുള്ളത്. എന്നാൽ NIA അന്വേഷണത്തെ പാകിസ്ഥാൻ നേരത്തെ സ്വാഗതം ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര രംഗത്തുള്ള ഏജൻസി നിഷ്പക്ഷമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പാകിസ്ഥാന്റെ പങ്ക്, നിർണായകമായ ചില തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന് അത്തരം തെളിവുകൾ ഇന്ത്യ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. പാകിസ്ഥാൻ മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദവും ശക്തി വർദ്ധിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയിട്ടുള്ളത്. ഇന്നലെയൊക്കെ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അണവായുധം കയ്യിലുണ്ട്, യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് അനുനയ നീക്കം ഉണ്ടായതുപോലും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ്. ഏതായാലും പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഇന്ത്യ അനുവാദം നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യക്കകത്ത് നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ്. അതിൽ അന്വേഷണം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏജൻസി ആയിരിക്കും. ഇത്തരത്തിൽ തീവ്രവാദ ബന്ധമുള്ള കേസുകൾ അന്വേഷിക്കുന്ന NIA തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്വേഷണം NIAക്ക് കൈമാറിയിരിക്കുന്നു. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.